നമുക്ക് കിണാശ്ശേരിയിലേക്ക് പോകാം. കിണാശ്ശേരിയിൽ ആരുടെ കിണാശ്ശേരി? യഥാർത്ഥ കിണാശ്ശേരി. ആ കിണാശ്ശേരിയിൽ നമുക്കൊപ്പം ഇക്ബാൽ ഉണ്ട്. ഇക്ബാൽ, കിണാശ്ശേരിയിലെ കാഴ്ച എന്താണ്? അരുൺ, പാലക്കാട് കണ്ണാടി കിണാശ്ശേരിയിൽ അതിരാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഓരോ പോളിംഗ് ബൂത്തുകളുടെ മുമ്പിലുമുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് 176 ബൂത്തും അതുപോലെ തന്നെ 178 ബൂത്തും വരുന്ന CJP സ്കൂളിൻ്റെ തളത്തിലാണ്. 176 ബൂത്ത് നമ്പർ അരുൺ മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ വ്യാജ വോട്ട്, ഇരട്ട വോട്ട് വിവാദങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന അല്ലെങ്കിൽ ഉയർന്നു കേട്ടിരുന്ന പേരാണ് ബൂത്ത് നമ്പർ 176. മലമ്പുഴ മണ്ഡലത്തിലെ നിരവധി വോട്ടുകൾ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്ന് ചേർക്കപ്പെട്ടുള്ളൊരു ബൂത്താണ് 176. ആ 176 ബൂത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കാണുന്നത്. അവിടെയെല്ലാം വലിയ തിരക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 176 ബൂത്തിൽ 1500-ലധികം വോട്ടർമാരുള്ളത് കൊണ്ട് തന്നെ ഒരു ഓക്സിലറി ബൂത്തും കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 176A എന്ന പേരിലാണ് ഇവിടെ ഒരു ഓക്സിലറി ബൂത്തും കൂടി സജ്ജീകരിച്ചിരിക്കുന്നത്. 1-ാം നമ്പർ വോട്ടർ മുതൽ 750-ാമത്തെ വോട്ടർ വരെയുള്ളവരാണ് 176 ബൂത്തിൽ വോട്ട് ചെയ്യുന്നത്. 751 മുതൽ 1564 വരെയുള്ള വോട്ടർമാർക്ക് 176A എന്ന ഓക്സിലറി ബൂത്തിലുമാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. 176A ചെറിയ രീതിയിൽ തിരക്ക് കുറവുണ്ട്. അവിടേക്ക് ക്യൂ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഈ കിണാശ്ശേരി CJP സ്കൂളിലുള്ള ഈ 176-ലും 178 എന്നീ രീതിയിലുള്ള 2 ബൂത്തുകളിലും വലിയ രീതിയിൽ തിരക്ക് രാവിലെ മുതൽ തന്നെയുണ്ട്. പല ആളുകളും 5:30 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയ ആളുകളാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വയോധികരായിട്ടുള്ള ആളുകൾ വരെ അവരുടെ ബന്ധുക്കളുടെ സഹായത്തോടു കൂടി ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. അമ്മേ, എന്താ പേരെന്താ? വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. വോട്ട് ചെയ്തോ? ചെയ്യാൻ പോണേ ഉള്ളൂ. അമ്മയ്ക്ക് അമ്മ ഒക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ബന്ധുക്കളുടെ ഒപ്പം വരികയാണ്. എനിക്കൊന്നും ഇതിൽ പോളിംഗ് അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടാവും. എവിടെ വീട്? എവിടെ? ആന്തൂർക്കാവില്ലേ? ഓക്കെ. 70 അമ്മയുടെ മരുമകളൊക്കെയാണ് കൂടെയുള്ളത്. മരുമകളും പേരക്കുട്ടിയൊക്കെയാണ് കൂടെയുള്ളത്. കൈപിടിച്ച് നടത്തുകയാണ്. ശാരീരിക അവശതയുണ്ട് അമ്മയ്ക്ക്. അവശതയുള്ള വോട്ടർമാർക്ക് പ്രയോറിറ്റി പോളിംഗ് ബൂത്തിൽ ലഭിക്കും. അവർക്കധികം വരി നിൽക്കാതെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. അവർക്കൊരു പോളിംഗ് അസിസ്റ്റന്റും കൂടെ ഉണ്ടാവും. മറ്റൊരാൾക്ക് അവരുടെ വോട്ട് വേണമെങ്കിൽ രേഖപ്പെടുത്താം. അമ്മയുടെ വോട്ട് ഒരുപക്ഷെ അമ്മ തന്നെയായിരിക്കും. ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്ന ആ ബൂത്തിലാണല്ലോ വിവാദമായ ബൂത്ത്. ആ വിവാദമായ ബൂത്തിൽ ഒരുപാട് വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അതിൽ പലതും റിപ്പോർട്ടർ TV തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. അങ്ങനെ വ്യാജ വോട്ട് ചേർത്തു എന്ന് നമ്മൾ കണ്ടെത്തിയവരും അവിടെ സംശയിക്കുന്നവരുമായ ആളുകൾ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്യാനായിട്ട് എത്താൻ സാധ്യതയുണ്ടോ ഇക്ബാൽ? മാത്രമല്ല, അങ്ങനെ എത്തുകയാണെങ്കിൽ പിന്നീട് അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കുമെന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വോട്ട് രേഖപ്പെടുത്താൻ അവർ എത്താനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ? അരുൺ, അവർ എത്തുമെന്നൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനമാണ് ഈ 176 ബൂത്തിലും 178 ബൂത്തിലുമെല്ലാം പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. പോലീസിന് വലിയൊരു സേനയെ തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർ ഇത്തരത്തിൽ വ്യാജമായി വോട്ട് മാറ്റിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അനധികൃതമായി വോട്ട് ഈ 176 ബൂത്തിലേക്കെല്ലാം മാറ്റിയിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അവരെ തടയാനുള്ള ഒരു നീക്കമുണ്ട് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഈ മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. കൊടുമ്പ് പഞ്ചായത്തിലെ ഈ ആന്തൂർക്കാവ് മേഖലയിൽ നിന്നാണ് നിരവധി വോട്ടുകൾ വ്യാപകമായി പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലേക്ക് ചേർത്തിയിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം വോട്ടുകളും ചേർത്തിയിട്ടുള്ളത് 176, 178 ബൂത്തുകളിലേക്കാണ് എന്നുള്ളത് റിപ്പോർട്ടർ തന്നെ തെളിവുകളുടെ സഹിതത്തിൽ അവിടെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ വോട്ട് മാറ്റപ്പെട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് എത്തി അവരുടെ കുടുംബങ്ങളോട് സംസാരിച്ച് കൃത്യമായി തന്നെ കണ്ടെത്തിയതാണ്. ഏതായാലും അത്തരത്തിലുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എടുക്കേണ്ട കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും പോളിംഗ് ബൂത്തിലുള്ള മറ്റു ഓഫീസർമാർക്കും ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറെല്ലാം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള